കാഞ്ഞിരപ്പള്ളി ഇരട്ട കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. കേസിൽ കോടതി വെള്ളിയാഴ്ച വിധി പറയും. സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരൻ രഞ്ജു കുര്യൻ, മാതൃ സഹോദരൻ മാത്യൂസ് കറിയ എന്നിവരെയാണ് പ്രതി ജോർജ് കുര്യൻ വെടിവെച്ചു കൊന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടന്നു വന്നിരുന്നത്. കേസിൽ കോടതി വെള്ളിയാഴ്ച ശിക്ഷ വിധിക്കും. കൊലപാതകം, ആയുധം കൈവശം വയ്ക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ, വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. 2022 മാർച്ച് 7-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കുടുംബ വീടിനോട് ചേർന്ന് ജോർജിന്റെയും രഞ്ജുവിന്റെയും പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കർ 48 സെന്റ് സ്ഥലം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മാതൃ സഹോദരൻ മാത്യൂസിന്റെ മധ്യസ്ഥയിൽ തർക്കം പരിഹരിക്കാനാണ് ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിലെ കരിമനാൽ കുടുംബ വീട്ടിലെത്തിയത്. ഇതിനിടെ ജോർജും സഹോദരൻ രഞ്ജുവും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ജോർജ് തന്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ എടുത്ത് വെടിവെക്കുകയുമായിരുന്നു. രഞ്ജു കുര്യൻ സംഭവ സ്ഥലത്ത് വെച്ചും മാത്യൂസ് കറിയ 2-ാം ദിനം ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. 2023 ഏപ്രിൽ 24-ന് വിചാരണ ആരംഭിച്ച് 1.5 വർഷത്തിന് ശേഷമാണ് വെള്ളിയാഴ്ച വിധി പറയുന്നത്. കേസിൽ പ്രോസിക്യൂഷൻ 76 സാക്ഷികളെ വിസ്തരിച്ചു. 278 പ്രമാണങ്ങളും 75 തൊണ്ടികളും ഹാജരാക്കി. പ്രതി ജോർജ് കുര്യൻ നിരവധി തവണ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും ജാമ്യാപേക്ഷയുമായി സമീപിച്ചെങ്കിലും സാക്ഷികളെ സ്വാധീനിക്കാനും മറ്റുമുള്ള സാധ്യത കണക്കിലെടുത്ത് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CS അജയൻ, അഡ്വക്കേറ്റ് നിബു ജോൺ, അഡ്വക്കേറ്റ് സ്വാതി S ശിവൻ എന്നിവരും പ്രതി ജോർജ് കുര്യനു വേണ്ടി അഡ്വക്കേറ്റ് B ശിവദാസും ഹാജരായി. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.